ഹായ് ഗൈസ്, നമ്മൾ ഇന്നുള്ളത് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പം നമുക്ക് ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടാലോ. വിശ്വദേവസ്തുതായേ നമഃ. ഓം സൗമ്യായേ നമഃ. ഓം സുരാസുര നമസ്കൃതായേ നമഃ. ഓം കാളരാത്രിയേ നമഃ. ഓം നമഃ. ഓം ചിത്രാംബരായേ നമഃ. ഓം ചിത്രഗന്ധായേ നമഃ. ഓം ചിത്രാംബരായേ നമഃ. ഓം ചിത്രഗന്ധായേ നമഃ. ഓം വന്ധ്യായേ നമഃ. ഓം രൂപസൗഭാഗ്യദായിന്യേ നമഃ. ഓം നീലഭുജായേ നമഃ. ഓം ധ്യായേ നമഃ. ഓം നീലജംഗായേ നമഃ. ഓം ഓം സരസ്വത്യേ നമഃ. ഓം ഈ മന്ത്രങ്ങളൊക്കെ ഗുരുമുഖത്തിൽ നിന്ന് ഗുരുവിന്റെ സാന്നിധ്യത്തിലെ ജീവിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഗുരുവുണ്ട്. 8 ലക്ഷം പ്രാവശ്യം ഉരുവിടണം. ദ്വാദശി മന്ത്രം 12 ലക്ഷമാണ്. 12 ലക്ഷം ഹയഗ്രീവ ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ പോലെ അവതാരമാണ് ഹയഗ്രീവ അവതാരം. ആ മന്ത്രമൊക്കെ നമുക്ക് ഇത് പൂജ കഴിയുമ്പോൾ ലഭിച്ചു തരുന്നതാണ്. ഭക്തിയോടുകൂടി ഇരിക്കുക. അല്പം ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയസ്തമേ. പ്രയസ്തമേ എന്ന് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയസ്തമേ. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയസ്തമേ. എനിക്ക് സന്തോഷം തോന്നും. മനസ്സിലായോ? നമ്മൾ പുണ്യകർമ്മം ആചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നമ്മൾ പിതാവിന്റെ മനയിൽ അച്ഛന്റെ മനയിൽ ആ അച്ഛനെ അച്ഛനെ കൊണ്ടുപോയി അച്ഛനെ നടത്തി കൊണ്ടുപോയി ചരാചരത്തോടും കരുണയുള്ളിൽ നിറയണി. സത്യം ശക്തി
കൂട്ടാകണേ. സുഖദുഃഖങ്ങളെ സമമായി കാണുവാൻ ദേവാ എന്നിൽ കനിയണേ. നിത്യവും തവ നാമപുഷ്പങ്ങൾ എന്റെ ഇമ്പമായി തീരണേ. നൊമ്പ് പ്രാർത്ഥിക്കും നേരമെപ്പോഴും നെഞ്ചിൽ സ്വാന്തനം ഏകനേ. അക്ഷയാമൃത വാരിധി എന്നിൽ അറിവായെന്നും വിളങ്ങണേ. ഇതാണ് പ്രാർത്ഥന ഗീതം. ഓക്കെ, അച്ഛനമ്മ ഗുരുവൃന്ദത്തെയും നിത്യം പൂജിക്കാൻ എന്നിൽ കനിയണേ. നിത്യവും തവ നാമപുഷ്പങ്ങൾ എന്റെ നാവിൽ വിരിയണേ. മാനസത്തിൻ ശ്രീകോവിൽ ദേവ പൂജാബിംബമായി തീരണേ. നൊന്തു പ്രാർത്ഥിക്കും നേരം എപ്പോഴും. വയറിന് ഭക്ഷണം ചെയ്യാൻ പറ്റും, ശരിയല്ലേ? പഠിക്കാൻ തോന്നും ഇല്ല. നമ്മുടെ പ്രമാണങ്ങളുടെ പ്രതിജ്ഞ അല്പാഹാരം, ജീർണ വസ്ത്രം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ പുത്തൻ ഉടുപ്പ് വേണം എന്ന നിർബന്ധം പിടിക്കാറുണ്ട്, ശരിയല്ലേ? ഒരു വിദ്യാർത്ഥി ഒരിക്കലും അങ്ങനെ നിർബന്ധം പിടിക്കാൻ പാടില്ല. നമുക്ക് ഇപ്പോൾ നിലവിലുള്ള വസ്ത്രങ്ങൾ അത് വൃത്തിയായിട്ട് കഴുകി വെള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. അത് സാത്വിക ഭാവമാണ്. ഈ വെള്ള വസ്ത്രം നമ്മുടെ മനസ്സിനെ സാരമായിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട്, അല്ലേ? അപ്പം കഴിവതും ഇപ്പൊ സ്കൂളിൽ യൂണിഫോമിൽ ഒന്നും പറ്റിയില്ല. സ്കൂൾ അതിന്റെ ഭരണസമിതി നിർദ്ദേശിക്കുന്ന യൂണിഫോം മാത്രമേ പറ്റത്തുള്ളൂ. അതൊക്കെ ഇട്ടോളൂ, കുഴപ്പമില്ല. എങ്കിലും 25 മിനിറ്റ് മാത്രമേ ഒരു പഠിതാവിന്റെ ഒരു വിദ്യാർത്ഥിയുടെ ബ്രെയിൻ 25 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധ പോകും. മാക്സിമം 25 മിനിറ്റ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് സയന്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 25 മിനിറ്റ് മാത്രമേ ഒരു വിദ്യാർത്ഥിയുടെ ബ്രെയിൻ 25 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധ പോകും. മാക്സിമം 25 മിനിറ്റ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് സയന്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഭവനത്തിൽ എത്ര പേരുടെ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് കാവലാരാ? അത് ഒരു പദവിന്യാസം ആ ഭവനത്തിലുണ്ടായാൽ പെട്ടെന്ന് ചാടി ഉണർന്നിട്ട് ചോദിക്കും, ശരിയാണോ? അതുപോലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിഷയങ്ങൾ ഉറക്കത്തിൽ ആര് ഉണർത്ത് നമ്മളെ വിളിച്ച് ചോദിച്ചാൽ ഭയത്തോടു കൂടിയാണ് 2